ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ഇനി 4 വർഷത്തെ ഡിഗ്രി കോഴ്സ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 2020 NEP പ്രകാരം 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം FIUPകൾ ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും ഇന്ത്യയിലെ എല്ലാ കോളേജുകളിലും നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പല യൂണിവേഴ്സിറ്റികളും അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ വളരെ നേരത്തെ തന്നെ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഇംപ്ലിമെന്റേഷൻ നടത്തുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ 2024-25 അക്കാദമിക് വർഷത്തേക്കുള്ള വിവിധ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ഇനി ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് 8 സെമസ്റ്ററുകളിലായിട്ടായിരിക്കും നടക്കുക. അതായത് 4 വർഷത്തെ കോഴ്സ് ആയിട്ടായിരിക്കും ഡിഗ്രി കോഴ്സുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ 4 വർഷത്തെ കോഴ്സ്? 4 വർഷത്തെ കോഴ്സ് ആകുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ സാധ്യത ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയുടെ പ്രോസ്പെറസ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കൊക്കെ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് BA ഓണേഴ്സ് അറബിക് എന്ന് പറയുന്ന സമയത്ത് ഇത് കാണിക്കുന്നത് 8 സെമസ്റ്ററിലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ 8 സെമസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതി ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് 6 മാസം, അങ്ങനെ 8 സെമസ്റ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 4 വർഷത്തെ കോഴ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ 4 വർഷത്തെ കോഴ്സ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും എന്താണ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസ്? ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അതിൽ മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഒരു ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്ന സമയത്ത് 3 വർഷത്തെ കോഴ്സാണ് ഉണ്ടാവുക. 3 വർഷം കഴിയുന്നു, കോഴ്സ് കഴിയുന്ന ഒരാൾ തിരിഞ്ഞു പോകുന്നതാണ്. ഇതില് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, തേർഡ് ഇയർ കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓരോ ഘട്ടത്തിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആണ് കിട്ടുക. അപ്പോൾ ഇത് ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇതുമായി ബന്ധപ്പെട്ടുള്ള FIUP പ്രോഗ്രാം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന സംഗതി എന്താ വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഫോർ എൻട്രി ആൻഡ് എക്സിറ്റ്. അതായത് ഒരാൾക്ക് കയറാനും ഇറങ്ങാനും ഉള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് 8 സെമസ്റ്ററിന് ഇക്വലന്റ് 4 വർഷം ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കും. Student, however, will have the flexibility to complete the 8 semester program within a maximum stipulated period of 7 academic years. അതായത് 7 വർഷം എടുത്തുകൊണ്ട് പൂർത്തീകരിച്ചാൽ മതി എന്നുള്ളതാണ്. 14 സെമസ്റ്ററുകളിലായിട്ട് ഇനി ഗ്യാപ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വരാം, മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ പ്രോസസ്സിൽ 1 year will receive a certificate. അതായത് 1 വർഷം കഴിഞ്ഞ ഒരാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അയാൾക്ക് എന്താ കിട്ടുക? സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. 2 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. 3 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാച്ചിലർ ഡിഗ്രി ആണ് കിട്ടുക. 4 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹോണേഴ്സ് പ്രോഗ്രാം ആണ് കിട്ടുക. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ്, പിന്നെ ഡിപ്ലോമ, പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ ഹോണേഴ്സ് സർട്ടിഫിക്കറ്റ് എന്നുള്ള സ്വഭാവത്തിലായിരിക്കും കിട്ടുക. അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സാധ്യതകളും അതിൽ ഉണ്ടാവും എന്നതാണ്. അതുപോലെ തന്നെ exceptional students securing CGPA of 8.5 and above in the first 6 semesters and aspiring to undertake research at the undergraduate level can opt for a research stream in the 4th year. 4ാമത്തെ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു റിസർച്ച് സ്ട്രീമിലേക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. 4ാമത്തെ വർഷം ഹോണേഴ്സിൽ പ്രത്യേകിച്ചും റിസർച്ച് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഈ പറയുന്ന പോലെ ഡെസർട്ടേഷൻ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ ഫാക്കൽറ്റി മെമ്പർ ഫ്രം ദി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫാക്കൽറ്റിയുടെ അണ്ടറിൽ ഡെസർട്ടേഷൻ നൽകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ലാറ്ററൽ എൻട്രി ഉണ്ടാവും എന്നുള്ളതാണ്. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും 4th ഇയറിലും ഒക്കെ ഈ പറയുന്ന പോലെ ലാറ്ററൽ എൻട്രി ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് UGC പറയുന്നത് എന്താണെന്ന് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ഏതായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ജാമിയ മില്ലിയ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ കൂടി വന്നതുകൊണ്ട് ഡിഗ്രി പ്രവേശനത്തിന് നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവാം. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരാണെങ്കിലും കേരളത്തിലും ഈ പറഞ്ഞ പോലെ അടുത്ത വർഷം മുതൽ ഡിഗ്രി
ഡിഗ്രി 4 വർഷത്തെ കോഴ്സ് ആവാൻ വേണ്ടി പോവാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന ഇത്രയും ഫ്ലെക്സിബിലിറ്റി കേരളത്തിൽ ഉണ്ടായിക്കോണമെന്നില്ല. നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. 1 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാം, 2 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാം, 3 വർഷം കഴിഞ്ഞോ 4 വർഷം കഴിഞ്ഞോ പുറത്തിറങ്ങാൻ പറ്റുന്ന സാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയുടെ പ്രത്യേകത. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളും അറിയിക്കുകയും ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.